ഫ്ലഫി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. നിങ്ങൾ ഇന്നേ വരെ കഴിച്ചിട്ടില്ലാത്ത ഒരു അടിപൊളി കേക്കാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. കോഴിമുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്നും സെപ്പറേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ തന്നെ നമ്മൾ അതിനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. റെസിപ്പി അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇന്നേ വരെ കാണാത്ത ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 150 ഗ്രാം പഞ്ചസാരയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് എന്താ പറയുന്നത്, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാത്തതിൻ്റെ കാരണം അതിൻ്റെ അളവുകൾ തെറ്റുന്നതാണ് കേട്ടോ. അളവുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളതിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടായാലും നിങ്ങൾക്ക് അതിന് അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ ഇവിടെ ഇതിന് ഒരു ബീറ്റർ വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ്. ഇതിന് കളറ് മാറി ഒരു വൈറ്റ് കളറിലേക്ക് എത്തുന്ന വരെ നമ്മളിതിനെ അടിച്ചെടുക്കണം. ഇങ്ങനെ മുട്ട അടിച്ചും നമ്മൾ കേക്ക് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ കേക്കിന് നമുക്ക് വേണ്ടത്ര സോഫ്റ്റ് ആൻഡ് ഫ്ലഫിനെസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഒരു വൈറ്റ് കളർ ആവുന്ന വരെ നമ്മൾ കേക്കൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ അതിൻ്റെ മിക്സ്ചർ നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. ഇതേ ഒരു രീതിയിൽ വേണം മിക്സ്ചർ കേക്കിന് വേണ്ടി തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ കേക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കേക്ക് ഒരിക്കലും ഫെയിലാവില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ 150 മില്ലി റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവറിൻ്റെ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 100 ഗ്രാം ബട്ടർ ആഡ് ചെയ്യണമെങ്കിൽ ബട്ടർ ആയാലും ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് ആഡ് ചെയ്താലും നമുക്ക് ടെക്സ്ചറിൽ വലിയ മാറ്റമൊന്നുമില്ല. ബട്ടർ ആണെങ്കിൽ കുറച്ചും കൂടിയും ടേസ്റ്റി ആയിരിക്കും എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ടെക്സ്ചറൊക്കെ ഒരേപോലെ തന്നെ കിട്ടും. ഇനി വീണ്ടും നമ്മളിതിനൊന്ന് ബീറ്റ് ചെയ്യുന്നത്, ഒത്തിരി നേരം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറും. ഇതൊരു മയണൈസിൻ്റെ ഒക്കെ ഒരു ഫോമിലേക്ക് മാറും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നേരം ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിനി ചേർക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിന് വേണ്ടി മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 200 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം. പക്ഷേ കേക്കിന് നല്ല ഒരു അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നെങ്കിൽ മൈദ തന്നെയാണ് ബെറ്റർ. ഇനി ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമില്ല, ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് പൗഡർ വാങ്ങുമ്പോൾ എപ്പോഴും നല്ല കമ്പനിയുടെ ബേക്കിംഗ് പൗഡർ തന്നെ വാങ്ങാനായിട്ട് നോക്കാം. അപ്പോഴായിരിക്കും നമ്മളുടെ കേക്കിന് കുറച്ചും കൂടി ആ ഒരു മാർദ്ദവമൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മൈദയും ബേക്കിംഗ് പൗഡറും ഒന്ന് അരിച്ചെടുക്കാം. ഇത് 3 പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് അതിലുള്ള കട്ടകളൊക്കെ ഉടഞ്ഞു കിട്ടുന്നതിനോടൊപ്പം തന്നെ മൈദയും ബേക്കിംഗ് പൗഡറും എല്ലായിടത്തും ഒരേ രീതിയിൽ ചെന്നെത്തുള്ളൂ. അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ മാത്രമായിരിക്കും അതിൻ്റെ ബേക്കിംഗ് പൗഡർ എത്തുള്ളൂ. അപ്പോൾ 3 പ്രാവശ്യം ഇതേപോലെ നമ്മളൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഒരു പ്രാവശ്യം അരിക്കുന്നത് ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇനി വീണ്ടും 2 പ്രാവശ്യം കൂടി അരിച്ച് 3 പ്രാവശ്യം നമ്മളിത് അരിച്ചെടുക്കും. ഇങ്ങനെ നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ കേക്ക് കുറച്ചും കൂടി നമുക്ക് സോഫ്റ്റായിട്ടും അതേപോലെ തന്നെ നല്ല രുചിയോട് കൂടി നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. പാൽ ഏകദേശം ഒരു 50 മില്ലി പാലാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 50 മില്ലി പാലാണ്. എന്നിട്ട് പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് നമ്മൾ ഇതിലേക്ക് എടുത്തിടും. ഒരുമിച്ച് ഇടരുത്. ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത് കട്ട കൂടും. കുറച്ചായിട്ടിട്ട് വേണം നമ്മളിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ആദ്യം നിങ്ങൾക്ക് ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം. അതിനുശേഷം ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഒരു സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് വേണമെങ്കിലും മിക്സ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ എല്ലായിടത്തേക്കും കറക്റ്റായിട്ട് മിക്സ് ആക്കണമെന്ന് മാത്രം. അപ്പം ഞാനിവിടെ 2-3 ബാച്ചുകളായിട്ടാണ് കേട്ടോ അതിനെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യിക്കുന്നത്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി ഇത് നോർമലി ഒരു കേക്ക് ഉണ്ടാക്കുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ ഈ കേക്കിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ.
ഇനി അടുത്തതായിട്ടാണ് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതിനെ ചെയ്തെടുക്കാൻ പോകുന്നത്. അതാണ് ആ കേക്കിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നതും. ഇത്രയും രുചികരമായിട്ടുള്ള ഒരു കേക്ക് നിങ്ങൾ മുമ്പ് ഒരിക്കലും കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. അത്രയും രുചിയുള്ള ഒരു കേക്കാണ്. ഇനിയുള്ള നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മളിതിനെ മിക്സ് ചെയ്ത് ഈ മിക്സ്ചറിനൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്ന് ഒരു ബട്ടർ പേപ്പർ വെച്ചോ അല്ലെങ്കിൽ ഓയിൽ വെച്ചോ നിങ്ങൾക്ക് ഗ്രീസ് ചെയ്ത് എടുക്കാം. ഇനി എല്ലാം മിക്സായി വന്നതിന് ശേഷം ഞാനിവിടെ ഒരു സ്പാച്ചുല വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മളിതിനെ ചെയ്തെടുക്കുക. കുറച്ച് കട്ട് ചെയ്ത് പിന്നെ ഫോൾഡ് ചെയ്യുക. അങ്ങനെ ചെയ്ത് ഈ ബാറ്ററിനെ നമ്മൾ ഒന്നും കൂടിയും അതിനെല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി കേക്ക് ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് ഇതിലും ചെയ്തെടുത്ത് അതിനുശേഷം നമുക്കതിനൊന്ന് എന്താ പറയണേ ഒന്ന് ചെറുതായിട്ട് ഇളക്കിയെടുക്കാം. ഒത്തിരി നേരം നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കരുത്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ആ ബബിൾസൊക്കെ പൊട്ടി അത് കറക്റ്റായിട്ടുള്ളൊരു ഇതിൽ കിട്ടില്ല. നമുക്ക് എയർ ബബിൾസും അതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒത്തിരി നിറയും. അപ്പോൾ അത് വേണ്ട, കുറച്ച് നേരം മിക്സ് ചെയ്താൽ മതി. ഇനി അടുത്തതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്ന് കേട്ടോ. അപ്പോൾ ആ ടിന്നിൽ ഞാനൊരു ബട്ടർ പേപ്പർ സ്മിയർ ചെയ്തിട്ടുണ്ട്. അതിനുള്ള കുറച്ച് ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഈ ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുഴുവനായിട്ടും ബാറ്റർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസിന് വേണ്ട സംഭവങ്ങൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതേപോലൊരു ബേക്കിംഗ് ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വെച്ചിട്ടായാലും ചെയ്യാം കേട്ടോ. ഇനി ഒരു മുട്ട ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് യോഗട്ടാണ്. പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. 50 മില്ലി യോഗട്ട്. ഇത് അമൂലിൻ്റെ യോഗട്ടാണ് കേട്ടോ. അങ്ങനെയുള്ള യോഗട്ടുകൾ വേണം ഇതിലേക്ക് എടുക്കാനായിട്ട്. പുളിയുള്ള തൈര് ഉപയോഗിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. കേക്കിൻ്റെ ആ ഒരു രുചിയൊക്കെ മാറും. എന്നിട്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ മുട്ടയും തൈരുമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് പഞ്ചസാരയും കോൺഫ്ലോറുമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കോൺഫ്ലോർ ഇവിടെ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് നമ്മളുടെ പഞ്ചസാരയാണ്. 1 ടീസ്പൂൺ തന്നെയാണ് പഞ്ചസാരയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ബീറ്റർ വെച്ച് നമുക്ക് അടിക്കാൻ പറ്റില്ല, കുറച്ച് ഇൻഗ്രീഡിയൻ്റ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് സ്പൂൺ വെച്ച് തന്നെ ഒരു 10 മിനിറ്റ് സമയമെടുത്ത് തന്നെ അത് ചെയ്യണം കേട്ടോ. നന്നായി മിക്സ് ആവണം. കാരണം മുട്ടയും കോൺഫ്ലോറും എല്ലാം കൂടി ആയതുകൊണ്ട് മിക്സ് ആവാൻ കുറച്ച് ഇതാണ്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് മിക്സ് ആവും കേട്ടോ. എന്നിട്ട് അത് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അത് ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിക്കില്ല, കുറച്ച് കുറച്ചായിട്ടാണ് നമ്മളതിനെ ഒഴിച്ചെടുക്കുന്നത്. കണ്ടോ, നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിതിങ്ങനെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് വേണമെങ്കിൽ ഒരു തിരിച്ചാലും മതി കേട്ടോ. പൾസിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരിച്ചെടുത്താലും മതി. ഇനി ഇത് ഓരോ സ്പൂണായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം കേട്ടോ, നല്ല ഫ്ലഫിയാണ്, നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. മുകളിൽ കഴിക്കാനും നല്ല ടേസ്റ്റ്. അതാണ് ആ കേക്കിന് ഇത്രയും ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി മുകളിൽ ഞാനിങ്ങനെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ആ മിശ്രിതം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി ബാക്കി കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നമ്മൾ ടാപ്പ് ചെയ്യേണ്ട. ടാപ്പ് ചെയ്യാതെ തന്നെയാണ് നമ്മളിതിനെ ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. ക്രാൻബെറി എന്ന് പറയുന്ന ഡ്രൈ ഫ്രൂട്ടാണ്. അപ്പോൾ ക്രാൻബെറി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ടാണല്ലോ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതൊരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാണ് നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഉണക്കമുന്തിരിയോ ചെറിയോ നിങ്ങളുടെ കയ്യിലുള്ള വേറെ എന്തെങ്കിലും നട്ട്സോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിങ്ങനെ ഞാൻ കുറച്ചായിട്ട് ഇട്ടിട്ടുണ്ട്. കാരണം ഈ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ക്രാൻബെറി കേക്കിൽ ബേക്ക് ആകുമ്പോൾ ഒന്നും കൂടി അതൊന്ന് വീർത്ത്
അതൊന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ക്രാൻബെറി കൊണ്ട്. അതുകൊണ്ടാണ് ഈ ക്രാൻബെറി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ക്രാൻബെറി നമുക്കിന്ന് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്, ഡ്രൈ ആയിട്ടുള്ള ക്രാൻബെറി. അപ്പോൾ അത് നിങ്ങൾക്കിതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അതിന് പകരം ചെറിയും മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുത്താലും നമുക്കിതുപോലെ ചെയ്യാം. പക്ഷേ എല്ലാം ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് മുമ്പ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം, എന്നാലാണ് ആ സോഫ്റ്റ്നെസ് നമുക്കതിൽ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ക്രാൻബെറി എല്ലാം എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ കേക്കിൻ്റെ താഴത്തേക്ക് ബേക്ക് ആകുമ്പോൾ താഴ്ന്നു പോയിക്കോളൂ കേട്ടോ, ഒന്ന് മിഡിലേക്കൊക്കെ ആയിക്കോളും. നമ്മളൊന്നും ചെയ്യേണ്ട, തന്നെ അതിങ്ങനെ സെൻറ്ററിലേക്കൊക്കെ ആയിക്കോളും. ഇനി കേക്ക് ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 170 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഓവൻ സെറ്റപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്കത് അടുപ്പിൽ വെച്ചിട്ടും